യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോനെ, ഇത് ഇവിടുത്തെ ആളുകൾക്കും കുട്ടികൾക്കും ഉള്ളതാ. ഇത്തിരി മധുരം. അയ്യോ, ഇവിടെ പലർക്കും ഷുഗറാ. മധുരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാനിവളോട് പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. അമ്മേ, എന്താ ഇത്? എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക്. പൊറുക്കണോന്ന് പറയാൻ പോലുള്ള അർഹത എനിക്കില്ലാന്നറിയാം. ചോദിക്കാതിരിക്കാൻ എനിക്ക് പറ്റാത്തോണ്ടാ. അമ്മയ്ക്ക് എന്നോട് ക്ഷമിച്ചൂടെ? ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാൻ വൈകിപ്പോയി അമ്മേ. പണ്ടൊരിക്കല് അമ്മ ആശ്രമത്തിൽ കൊണ്ടാക്കിയതിനു ശേഷം പൂജ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അന്ന് എന്റെ കർണത്തടിച്ചിട്ടാ അവൾ തിരിച്ചുപോയത്. അന്ന് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് വാശിയും പകയാ കൂടിയത്. ആൾമാറാട്ടം നടത്തി പ്രിയ അവിടെ വന്നപ്പോ അവളോടൊപ്പം ചേർന്ന് പൂജ എങ്ങനെ പുറത്ത് ചാടിക്കാന്നാ ഞാൻ നോക്കിയത്. ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു എന്റെ പെരുമാറ്റമെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി അമ്മ. ഇത് വൈകി വന്ന വിവേകമാണോ, അതോ പൂജമോൾ ആ വീട്ടിലെ കുട്ടിയാണെന്ന് എല്ലാരും മനസ്സിലാക്കിയപ്പോഴുണ്ടായ വീണ്ടും വിചാരമാണോ? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ അമ്മയ്ക്ക് ആവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ സംസാരിക്കുന്നത് പഴയ മധു അല്ലമ്മേ. അമ്മയുടെ വീട്ടിൽ നിന്ന് വാടകക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മ ആ വീട്ടിലേക്ക് തിരിച്ചു വരണം. അതിനു മുമ്പ് കുറച്ചു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിയണം. മധു എന്തിനാ വാടകക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അഥവാ അവര് പോയാൽ തന്നെ വേറെ വാടകയ്ക്ക് ഒഴുകുകയോ വിറ്റുകളയുകയോ ചെയ്തോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനും എവന്റെ അച്ഛനും കൂടിയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇനി എന്തായാലും ആ വീട്ടിലേക്ക് തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലില്ല. ഈ പറമ്പിന്റെ തെക്കേ മൂലയിൽ ഇവന്റെ അച്ഛനാണെന്ന് സങ്കല്പിച്ച് ഞങ്ങളൊരു ചിത ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് അന്ത്യത്തിരി കൊളുത്താൻ ഞാൻ എന്റെ മരണം വരെ ഇവിടെ ഉണ്ടായേ പറ്റൂ. പിന്നെ മോള് കരുതുന്നത് പോലെ എനിക്ക് നിന്നോട് ഇപ്പൊ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു മനുഷ്യൻ ഇത്രയും കാലം ഈ ആശ്രമത്തിലുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരെ എന്റെയും ഈ ഇവന്റെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് കൂടിയാ അദ്ദേഹം തീർത്ഥാടനത്തിന് പോയത്. ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പൂജമോളും ഒപ്പമുണ്ട്. ആ നിലയ്ക്ക് മരണം വരെ എന്റെ ജീവിതം ഇനി ഇവിടെയാ. അതിനർത്ഥം അമ്മ എന്നോട് പൊറുക്കാൻ തയ്യാറല്ലെന്ന് തന്നെയാണോ അമ്മ? പൊറുക്കാൻ നമ്മളാരാ കുഞ്ഞ്? അതൊക്കെ ഈശ്വരന്റെ കയ്യിലുള്ള കാര്യമല്ലേ. എനിക്ക് നിന്നോട് മനസ്സിൽ ഒരു വൈരാഗ്യവും ഇല്ല. ഒന്നുമല്ലെങ്കിലും നിനക്ക് ഇവിടം വരെ വരാനും എന്നെ ഒന്ന് കാണാനും തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നാ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? അമ്മയ്ക്കും വസന്തേണ്ണനും ഒപ്പം ഞാൻ കൂടി ഇവിടെ ഒന്ന് താമസിച്ചോട്ടെ? എന്തിനാ? നിനക്കെന്താ മധു, പശ്ചാത്താപം കൊണ്ട് സമനില തെറ്റിയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് വസന്തേട്ടാ.
കുറച്ചു കാലം എനിക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ജീവിച്ചത്. എന്നിട്ട് അവസാനം ബാക്കിയായതെന്താ? കുറെ സങ്കടവും കുറ്റബോധവും മാത്രമല്ലേ? കുറച്ചു കാലം അങ്ങനെ അല്ലാതെ ഒന്ന് ജീവിക്കാമല്ലോ, അതുകൊണ്ടാ. അമ്മ എതിരൊന്നും പറയരുത്. ഈ ആശ്രമത്തിന്റെ വാതിൽ ആരുടെ നേരെയും കൊട്ടിയടയ്ക്കരുതെന്നാ വിശ്വനാഥൻ സാർ എന്നും പറയാറുള്ളത്. പക്ഷേ അത് അനാഥരും അഗതികളുമായുള്ള ആളുകൾക്ക് നേരെയാ തുറന്നു കൊടുക്കേണ്ടത്. മഹേശ്വരി അമ്മയെ പോലെ സമ്പന്നയായ ഒരാളുടെ മകൾക്ക് നേരെയല്ല. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും കഴിയുന്ന ഒരു ജോലിക്കാരിയെ നിൽക്കാമല്ലോ. പ്ലീസ് അമ്മ പറ്റില്ലെന്ന് പറയരുത്. അമ്മയല്ല, അത് പൂജയാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പൂജയോട് സംസാരിച്ചോളാം. പക്ഷേ അമ്മയോട് പൂജ ചോദിച്ചാ ഇല്ല, അമ്മ വേണ്ടാന്ന് പറയില്ല. കുറച്ചു കാലം ജീവിതം മനസ്സിലാക്കാൻ ഉപകരിക്കുമെങ്കിൽ മധു അത് ചെയ്യട്ടെ അമ്മേ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അമ്മ ഒരു തവണ എൻ്റെ കൂടെ വീട്ടിലേക്കൊന്ന് വരണം. എന്തിനാ? വസന്തേട്ടന്റെ അമ്മയോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ പെരുമാറുന്നത് ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയും വീട്ടുകാരും കാണണം. അത് എൻ്റെ ഒരു പ്രായശ്ചിത്തമായി കണക്കാക്കിയാൽ മതി. ദയവ് ഇത് വരില്ല എന്ന് പറയരുത്. അതുകൊണ്ടൊന്നും അമ്മയോട് ചെയ്ത പാപങ്ങൾ തീരില്ലെന്നറിയാം. പക്ഷേ ഓർക്കാനല്ലാതെ മനുഷ്യന്മാർക്ക് പറയാൻ വേറെ വാക്കുകളില്ലല്ലോ അമ്മേ. മോളെ അമ്മേ അമ്മേ എന്തായാലും താൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നന്നായി. നാളെ അച്ഛമ്മയെ ചാക്കിട്ട് എല്ലാം അടിച്ചു മാറ്റി എന്നൊരു പേര് വരില്ലല്ലോ. അച്ഛമ്മ എനിക്കെല്ലാം എഴുതി തന്നത് ഞാൻ അംഗീകരിച്ചാലും ഒന്നും സംഭവിക്കില്ലായിരുന്നു അജുവേട്ടാ. ആർക്കും അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടത് സ്വത്തും പണമൊന്നും അല്ലല്ലോ. ഈ വീട്ടിൽ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അജുവേട്ടാ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിക്കുന്നത്. താൻ കൂടുതൽ സന്തോഷിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് പേടിയാവുന്നത്. അതെന്താ? അല്ല, നാളെ ഈ സന്തോഷമൊക്കെ തകർത്ത് കളയാൻ പാകത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടി എനിക്ക്. ഒരിക്കലുമില്ല അജുവേട്ടാ. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടവും ഉണ്ടാവില്ല. എനിക്കുറപ്പാ അത്.